എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1901 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്ന പോലെ നവംബർ 14 ശിശുദിനമാണ്. നമ്മുടെ പ്രിയങ്കരനായ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് ശിശുദിനം. അപ്പോൾ ഈ ദിനത്തിൽ ഹോമിയോപ്പതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ചികിത്സയാണ്. ഒരു ആശുപത്രിയിലേക്ക് കയറി വരുമ്പോൾ പറഞ്ഞ പോലെ കുട്ടികൾ കരഞ്ഞു വിളിച്ചു വരുന്ന അവസ്ഥ ഹോമിയോപ്പതി ഒരിക്കലും ഉണ്ടാകില്ല. സന്തോഷത്തോടുകൂടി ഓടിയാണ് വരുന്നത് ഡോക്ടറെ കാണാൻ. കാരണം എന്താണ്? മധുരിക്കുന്ന ഗുളിക കിട്ടും. അപ്പൊ ഇത്രയും സന്തോഷകരമായ ഒരു ചികിത്സാ സമ്പ്രദായം ആർക്കും നഷ്ടപ്പെടുത്തരുത് എന്നാണ് നമുക്ക് IFPHന് പറയാനുള്ളത്. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് കുമാരി സൈറെ ക്ഷണിക്കുന്നു. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഡോക്ടറെ? നമ്മുടെ എല്ലാ ഗസ്റ്റുകളെയും കൊണ്ടുവന്നത് എക്സ്ക്ലൂസീവ്ലി ഭാഗ്യലക്ഷ്മി ഡോക്ടറാണ്. കുമാരി സൈറ ഏഞ്ചൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെ ഹാൻഡ് റൈസ് ചെയ്യണേ. നമ്മുടെ കുറിച്ചി ആതിരാശ്രമം കോളേജിലെ പ്രിൻസിപ്പാൾ ബിന്ദുകുമാരി മാഡത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു. മാഡത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യെസ് ഡോക്ടർ ലക്ഷ്മി അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. പാടാവോ സർ? ഓ പിന്നെന്ത്, തീർച്ചയായിട്ടും. ലക്ഷ്മിയുടെ മകളാണോ? അതെ അതെ. ഓ സന്തോഷം. ഓക്കെ പ്ലീസ്. ഏകമാണല്ലോ ലോകം, ഏകമാണല്ലോ ദൈവം, ഏകമാണല്ലോ ജാതി, ഏകമാണല്ലോ മതം. നന്മതൻ നരുമലർ പൂജയൊന്നു താൻ പൂജ, തിന്മതൻ തന്മാ ഒന്നു താൻ മാന്യം, ദൈവമൊന്നു താൻ സത്യം, സത്യമൊന്നു താൻ നിത്യം, ദൈവമൊന്നു താൻ കർമ്മം, കർമ്മമൊന്നു താൻ ധർമ്മം. ഏകമാണല്ലോ ലോകം, ഏകമാണല്ലോ ദൈവം, ഏകമാണല്ലോ ജാതി, ഏകമാണല്ലോ മതം. സത്യത്തിൻ സമാഭാവ ഭാസുരസ്വരം നിത്യം, മധ്യവംശത്തിൻ മഹാമന്ത്രമായി മുഴങ്ങട്ടെ. ഏറ്റുവാങ്ങുക നമ്മൾ ഏകഭാവത്തിൻ പോരുൾ, ഏറ്റുപാടുക നമ്മൾ ഏവരുന്നൊരേ പോരുൾ. ഏകമാണല്ലോ ലോകം, ഏകമാണല്ലോ ദൈവം, ഏകമാണല്ലോ ജാതി, ഏകമാണല്ലോ മതം. നമസ്തേ. നന്ദി. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗത്തിനായിട്ട് കുമാരി കമല പാർവതി ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലോ. ഇന്നത്തെ എന്റെ കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം ചെയ്യാനാണ്. ആദ്യമായിട്ട് ഞാൻ ഈശ്വര പ്രാർത്ഥന ചെയ്ത സൈറ ഏഞ്ചലിനെയാണ് ക്ഷണിക്കുന്നത്. അടുത്തതായി ഞാൻ ഉദ്ഘാടനത്തിന് വന്ന തന്മയ ചേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. ചേച്ചി 2022 സ്റ്റേറ്റ് അവാർഡും 2025 JC ഡാനിയൽ അവാർഡും നൽകിയിട്ടുണ്ട്. അടുത്തതായി ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ശിഷ്യർ അങ്കിളിനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി
വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന അതിർത്തിനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ മോഡറേറ്ററായ മനോജ് അങ്കിളിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയപൂർവമായിട്ടുള്ള സ്വാഗതം. നന്ദി. അതെ, വളരെ നിഷ്കളങ്കമായ ഭാഷയിൽ സ്വാഗതം ഓതിയ കുമാരി കമല പാർവതിക്ക് നന്ദി. നമുക്കിനി ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകാം. ഭാവിയിലെ താരം, നമ്മളീ പറഞ്ഞ പോലെ ഏറ്റവും അങ്ങേയറ്റത്തെ അവാർഡ്, ദേശീയ അവാർഡ് മുതൽ എല്ലാം പ്രതീക്ഷിക്കുന്നു കേരളത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ തന്മയ സോളിനെ സ്നേഹപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. തന്മയ, അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഹലോ, ഹായ്. ലേറ്റ് ആയോ ജോയിൻ ആയപ്പോ? ഇല്ല, ലേറ്റസ്റ്റ് ആയി, കുഴപ്പമില്ല. ഹലോ, ഓക്കെ, ഞാൻ പറയാം. എന്നെ തന്നെ ആദ്യം തന്നെ പരിചയപ്പെടുത്താല്ലേ? പറയൂ. എന്റെ പേര് തന്മയ. ഞാൻ ചെയ്ത വർക്കൊക്കെ എന്ന് പറയുന്നത്, ഞാൻ വഴക്കിലാണ് ഞാൻ അഭിനയിച്ചത്. അതിനാണ് എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയത്. ടൊവിനോ തോമസിന്റെ വഴക്ക് എന്ന ചിത്രത്തില് സംവിധായകനും സൽകുമാർ ശിവൻ സാറായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ വേട്ടയാനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. രജനീകാന്ത് സാറിന്റെയും അമിതാഭ് ബച്ചൻ സാറിന്റെ കൂടെയും വേട്ടയൻ അഭിനയിച്ചിട്ടുണ്ട്. വേട്ടയൻ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും വേട്ടയൻ കാണണം. പിന്നെ ഇരുനിറം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിനിപ്പോ ഡെയ്സി ഡാനിയൽ അവാർഡ് കിട്ടി. അങ്ങനെ 3 സിനിമകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. 10ാം ക്ലാസ്സിൽ ഞാൻ പട്ടം ഗേൾസിലാണ് പഠിക്കുന്നത്. അപ്പം ഇവിടെ ശിശുദിനമായിട്ട് ഈ പരിപാടിക്ക് വരാൻ പറ്റിയതിനും ഇതിലൊരു ഭാഗമാകാൻ പറ്റിയതിനും വളരെ സന്തോഷമുണ്ട്. പിന്നെന്താണ്, ഈ ഹോമിയോപ്പതി പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു പരിപാടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്ത കണക്ക് പറയുന്നു. വളരെ നന്ദി. ഇത്രയും ചെറിയ പ്രായത്തിൽ വലിയ ആൾക്കാരോട് അഭിനയിക്കാനും രജനീകാന്തിനെ പോലുള്ള ഒരു ഗ്രേറ്റ് സോളുമായിട്ട് ഇടപെടാനും കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷം. അതെ, ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയതിന് വളരെ സന്തോഷം. ഒരു നല്ലൊരു ശിശുദിനം എല്ലാവർക്കും എന്റെ കൂട്ടുകാർക്ക് ആശംസിച്ചിരിക്കുന്നു. അതെ, വളരെ സന്തോഷം. ഇപ്പൊ ഭാവിയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന്. താങ്ക് യു സോ മച്ച്. നന്ദി. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് മുഖ്യ പ്രഭാഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ എന്താ പറയാ, സൂമിൽ ഒരു നിറസാന്നിധ്യമായ ധനേഷ് ഡോക്ടറെ ഇടതും വലതുമായി എപ്പോഴും നിൽക്കുന്ന ഡോക്ടറുടെ കൊച്ചുമകളെ ക്ഷണിക്കുകയാണ്. അൻവിക. ഓക്കെ, നമുക്ക് പ്രഭാഷണത്തിലേക്ക് പോകാം. നമ്മുടെ ശാരദകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് റിസർച്ചിന്റെ ഹെഡുമായ ഡോക്ടർ ശിശിർ സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ വിഷയം കുട്ടികളുടെ തൈറോയ്ഡ് രോഗം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയാവുന്ന വലുതാവുന്നതും എല്ലാം തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് രോഗങ്ങളും പ്രാധാന്യം അർഹിക്കുന്നു. ശിശിർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. അൺമ്യൂട്ട് ചെയ്യാം സാർ, അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഡോക്ടർ മനോജ്. മലയാളത്തിൽ സംസാരിക്കാം അല്ലേ? അതെ, മലയാള സെഷൻ ആണല്ലോ. അതെ. ഓ, ശരി. ധനേഷ് സാർ, നമസ്തേ. ആദ്യമായി എനിക്ക് എല്ലാവരും സ്വാഗതം ചെയ്ത കുട്ടികളോട് തന്നെ ആദ്യമായി നമുക്ക് ശിശുദിനം നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നേർന്ന കുട്ടികൾക്ക്, എസ്പെഷ്യലി നമ്മുടെ വലിയ ഒരു ബാലനടൻ ചിരിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ചു. വലിയ ലെവലിലേക്ക് ആ കുട്ടികളൊക്കെ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആദ്യമായി നമ്മുടെ ധനേഷ് ഡോക്ടറോട് ഞാനൊരു ചെറിയ ക്ഷമാപണം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളിത് തുടങ്ങിയത് കോവിഡ് പീരീഡിലാണെന്ന് നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം കുറച്ച് ദിവസം ഞാൻ ധനേഷ് ഡോക്ടറെ വിളിച്ചിരുന്നു. നമ്മുടെ കോവിഡ് സമയത്ത് എനിക്കത്
കേറാൻ സാധിച്ചില്ല, എനിക്ക് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ സാധിച്ചില്ല. ധനേഷ് ഡോക്ടർക്ക് അത് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആദ്യമായി ഞാൻ അതിന് ധനേഷ് ഡോക്ടറോട് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് മനോജ് സാർ എന്നെ വിളിച്ചതിനും നമ്മുടെ അജയൻ സാറിൻ്റെ ഒരു സഹായത്തോടുകൂടി ഇതിലേക്ക് വീണ്ടും വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. 1901 ക്ലാസ് അല്ലേ സാർ? ശരിയാണെങ്കിൽ 1900, ഇന്നലെ ഇന്ന് 1901 ഒന്ന് അതെ 1901 അതെ. കണ്ടിന്യൂട്ട് നഷ്ടപ്പെടുന്നുണ്ടോ സ്പീച്ചിൽ? ഇല്ല കുഴപ്പമില്ല, നമുക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ആ 1901 ക്ലാസ്സിലേക്ക് എത്തി എന്നെ ക്ഷണിച്ച ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തും. ഞാൻ എൻ്റെ മീറ്റിംഗ് ഒരു പ്രസന്റേഷനിലേക്ക് പോകാൻ സാർ അതൊന്ന് ഹെൽപ്പ് ചെയ്തത്. ഷെയറിലല്ലേ പോകേണ്ടത്? അതെ, ഷെയർ ചെയ്ത. അതെ അതെ. മനോജ് സാർ സ്ലൈഡ് കാണാമോ? കാണാം, ക്ലിയർ ആണ്. കാണാം. ആദ്യമായി എന്തായാലും നമുക്ക് നമ്മുടെ പിതാവിനെ എന്തെങ്കിലും ഇടയ്ക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കോ. തീർച്ചയായിട്ടും ഡയറക്ടറിലേക്ക് പോകാം. നമ്മുടെ ബഹുമാനപ്പെട്ട ഹോമിയോപ്പതിയുടെ പിതാവിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ എന്നെ ഈ ഒരു ലെവലിൽ എത്തിച്ച എല്ലാ അവിടുത്തെ ഡോക്ടേഴ്സിനും എന്നെ അറിയാത്തവരോടൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ കൂടാതെ തന്നെ നമ്മുടെ PhD ഉണ്ട്. ശാരദാകൃഷ്ണൻ PhD 5 ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതിൽ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലെ PhDയുടെ ഗൈഡും കൂടെയാണ്. ഞാനും മോഹൻ സാറും അതിലെ ഗൈഡ്സാണ് പീഡിയാട്രിക്സിലെ. ഈ ഇടയ്ക്ക് മെനഞ്ഞാന്ന് തന്നെ ഞങ്ങളുടെ ഒരു പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു PhD ഹോൾഡർ പുറത്തിറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഓൾ ഓവർ ഇന്ത്യയിൽ അറിയുന്ന ഡോക്ടർ സന്തോഷ് കുമാറാണ് നമ്മുടെ അവസാനമായി PhD നേടിയ ഡോക്ടർ. അതിനെല്ലാം എന്നെ ഒരു ഗൈഡാക്കാനും ഒക്കെ സഹായിച്ച ആ സ്ഥാപനത്തിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും ആദ്യം പറയാനുള്ളത് നമ്മുടെ IFPHനെ കുറിച്ച് തന്നെയാണ്. കോവിഡ് കൊണ്ട് ഗുണമുണ്ടായ ഒരു വലിയ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ മനോജ് സർ? 2 കാര്യങ്ങളാണ് ഹോമിയോപ്പതിക്ക് കോവിഡ് തന്ന ഉപഹാരം. ഒന്ന് നമ്മുടെ ആഴ്സനിക്കം ആൽബം, നമ്മുടെ IFPH. എന്തൊരു അത്ഭുതമാണ് ഈ നടക്കുന്നത്. തീർച്ചയായിട്ടും വേണ്ടി കോപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ പേരോടും വളരെ എൻ്റെ കൈകൂപ്പിക്കൊണ്ട് ഞാൻ അവരെ എല്ലാം ആദരിക്കുന്നു. ഇതൊരു കാര്യമല്ല എന്നുള്ളതാണ് പലരോടും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 1900 ക്ലാസ്സോ എന്നൊക്കെ പറയുമ്പോൾ, കൂടാതെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഗെറ്റ് ടുഗദറുള്ള എല്ലാം കണ്ടക്ട് ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വക കൂപ്പുകൈ അതിനേക്ക്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞു എല്ലാവരോടും. ടോപ്പിക്കിന്റെ സിഗ്നിഫിക്കൻസ് തൈറോയിഡാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ പ്രസന്റ് നമുക്ക് ടൈം മാനേജ്മെന്റ് നടക്കട്ടെ. പഠിക്കണം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. മഴയുടെ താളം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. കാറ്റിലാടും തെങ്ങോലയുടെ താളം മലയാളം. കളകളമൊഴുകും അരുവികൾ പാടും സുന്ദര മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം.
വയലേലകളിൽ വിയർപ്പു ചീന്തും കർഷക മലയാളം. പണിശാലകളിൽ പടുത്തുയർത്തും സുന്ദര മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. നന്ദി. ഓക്കെ, അതെ, മനസ്സും മധുരവും ആയ മലയാളത്തിലേക്ക് കൊണ്ടുവരൽ വളരെ നന്നായിട്ട് പാടി. മിസ് സാറേ, നെറ്റ് റെഡി ആയിട്ടുണ്ടോ? ഇടയ്ക്ക് നെറ്റ് പ്രോബ്ലം അല്ലേ? കണക്ഷൻ പറ്റുന്നുണ്ടോ സാറേ? ഇല്ല, ആയിട്ടില്ല കേട്ടോ. ഓഡിയോ, കണക്ഷൻ കണക്ട് ആവുന്നതേ ഉള്ളൂ. അതെ, ഓഡിയോ ആയിട്ടില്ല സാർ. അങ്ങനെ വീഡിയോ ഓഫ് ചെയ്ത് സംസാരിച്ച് സ്ക്രീൻ ഷെയറിങ് വേണ്ട സംസാരിച്ചോ സാറേ? അങ്ങനെയാണെങ്കിൽ പഠിക്കും. ഇപ്പഴല്ല വിളിച്ച് അത് വേറെ ആണ് വിളിക്കാനാ. ഫോണ് വിളിക്കുക, നമ്മൾ ഹലോ പഠിക്കും. ഹലോ പഠിക്കും. ഹലോ മനോജ് സാർ കേൾക്കാമോ? സാറേ, നെറ്റ് പ്രോബ്ലം കേട്ടോ. ഇപ്പൊ കേൾക്കുന്നു, ഇടയ്ക്ക് പൂർണ്ണമായിട്ട് പോയി. അതെ, ഇപ്പൊ കട്ടായി പോയി. സംസാരിച്ചപ്പോ കട്ടായി ഇവിടെ. ഇപ്പൊ എനിക്കിപ്പോ ക്ലിയർ ആയി. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. എന്താ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നടത്തിക്കോളൂ. ഡോക്ടർ കൊച്ചുമോള് പാടുന്നു പറഞ്ഞു. ഇപ്പൊ സമയമായപ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു മിനിറ്റ് പറ്റിയില്ലെങ്കിൽ ഡോക്ടറെ തിരിച്ചു തരാം. ഡോക്ടറെ റെഡിയാണ്? റെഡിയാ. പഠിക്കും. കണ്ണാമ്പൂപ്പി പഠിക്കും. കണ്ണാമ്പൂപ്പി കാണിക്കും. ഓന്തുമ്പി. പഠിക്കും. സമയം പഠിക്കും. ഒച്ചേ പോലെ കണ്ണാമ്പൂപ്പി പഠിക്കും. ഓരോ രാഗം നീ ഓർമ്മകമേയിൽ ഒരു തിരി വയ്ക്കൂ നീ. മിഴികൾ വിടർത്താൻ വാ, മുഴിക പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ. ഓർമ്മകൾ മെയ്യും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. ഒരു പൂമരം പോ തണലേകുവാൻ, ജീവനിൽ പാക്കിരാവിൽ കുളിരാകുവാൻ. കുഞ്ഞിമണി കുളിരാതെ പണിവായി തേടും പൂരായി. ഇരയും പവിയും മിഴിനീരിൽ ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ. ഓർമ്മകൾ മെയ്യും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. താങ്ക് യു. ഓക്കെ, എന്തായാലും ഓണത്തുമ്പിക്ക് പാടാൻ അല്പം മടിയുണ്ടെങ്കിൽ നല്ല പാട്ടാണ് പാടി. എനിക്കൊന്ന് ശ്രീകുമാരൻ തമ്പി എഴുതിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഓണപ്പാട്ടായിട്ട് യേശുദാസ് പാടി. മനോഹരമായ പാട്ട് നന്നായിട്ട് പാടി. സിസു സാർ തുടരാം. ഓ യെസ് കേൾക്കാമോ? പ്രോബ്ലം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യേണ്ട, എല്ലാം പറഞ്ഞാലും മതി. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. സൈഡ് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. എൻ്റെ നെറ്റിന്റെ പ്രോബ്ലം ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും തിരിച്ചു വന്നു. എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുട്ടികളുടെ തൈറോയ്ഡ് രോഗങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ പലർക്കും അറിയാത്ത കാര്യങ്ങൾ നമ്മളിവിടെ സ്ക്രീനിൽ വരുന്നുണ്ട്. ഞാൻ അതിൽ നിന്നെല്ലാം സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. തൈറോയ്ഡ് രോഗങ്ങളുടെ ഡീറ്റെയിൽസ്, തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീറ്റൽ ലെവൽ വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. നേരെ നമുക്കൊരു കേസിലേക്ക് പോകാം. ഒരു കേസാണ്, നമ്മളൊരു കുട്ടിയുടെ കേസാണ്. 8 വയസ്സായ കുട്ടിയുടെ കേസാണ്. കേൾക്കാമല്ലോ?
കേൾക്കാം. കേൾക്കാം. ഓക്കെ താങ്ക് യു. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നമ്മുടെ കന്യാകുമാരി ജില്ലയിലുള്ള കുട്ടിയാണ്. ആ കുട്ടി വന്നത് ഇത്രയും കംപ്ലൈൻസ് ആയിട്ടാണ്. വെയിറ്റ് ഗെയിൻ 2 വർഷമായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ കുട്ടിക്ക് 2 വർഷമായി തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. കോൺസ്റ്റിപ്പേഷൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് എല്ലാം പ്രസൻറ്റ് ചെയ്തിരുന്നു. കട്ടിയായിട്ട് സ്റ്റൂള് പോകുന്നത് കൊണ്ടല്ല, സോഫ്റ്റ് സ്റ്റൂൾ ആണെങ്കിൽ പോലും കോൺസ്റ്റിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും സ്റ്റൂള് പോകുന്നത്. പക്ഷേ ആ സമയത്ത് ബ്ലീഡിങ് എല്ലാം ഉണ്ടായിരുന്നു. കുട്ടി വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുത്തപ്പോൾ 2-3 ദിവസമായിട്ട് കുട്ടിക്ക് സ്റ്റൂൾ പാസിങ്ങിൻ്റെ കാര്യത്തിൽ പ്രോബ്ലം ഉണ്ടെന്ന്. As the child was chronic constipation, weight gain, TFT was done before a week. ഒരാഴ്ച മുമ്പേ അവർ TFT തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് എടുത്തിട്ടാണ് നമ്മളെടുത്ത് വന്നത്. അപ്പോൾ TFT റിപ്പോർട്ടിൽ നമുക്ക് കാണാം TSH വാല്യൂ, ഡോക്ടർമാരിയ്ക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. TSH വാല്യൂ 62.49 ml ആയിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്തു, അടുത്ത ഹിസ്റ്ററി ലെവലിലേക്ക് പോയി. ലൈഫ് സ്പേസ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാവർക്കും വരെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് കുട്ടികളോട് നമ്മൾ ചോദിക്കണം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ദ പേഷ്യൻ്റ് ഇസ് അഡോപ്റ്റഡ് ചൈൽഡാണ്. നമ്മൾ യു ക്യാൻ സീ ദാറ്റ് ഫാമിലി ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ നോട്ട് അവൈലബിൾ എന്ന് എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാരൻസിനെ അഡോപ്റ്റ് ചെയ്തൊരു കുട്ടിയാണ്. 10ാമത്തെ ദിവസം ആഫ്റ്റർ 10 days ഓഫ് ബർത്ത് ദ ചൈൽഡ് വാസ് അഡോപ്റ്റഡ് ബൈ ദ പാരൻറ്റ്. 10ാമത്തെ ദിവസം കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത ഒരു കുട്ടിയാണ് നമ്മളെടുത്ത് കൊണ്ടുവന്നത്. ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായ വാക്സിനേഷൻസ് എല്ലാം എടുത്തിരുന്നു. സാമാന്യം ബുദ്ധിയുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു. അപ്പോൾ ഫിസിക്കൽ ജേർണൽസ് നമ്മൾ എടുക്കാറുണ്ടല്ലോ. കുട്ടിയുടെ വിശപ്പ് എങ്ങനെ നമ്മൾ ചോദിച്ചു. ചെറിയ തേഴ്സ്റ്റിൻ്റെ കുറച്ച് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് അത്യാവശ്യം വെള്ളം കുടിക്കുന്നുണ്ട്. നമുക്ക് തീരെ തേഴ്സ്റ്റ് ഇല്ല എന്ന് പറയാനും പറ്റില്ല. 8 മുതൽ 9 മണിക്കൂർ വരെ ആ കുട്ടി ഉറങ്ങുന്നുണ്ട്. പക്ഷെ അതേസമയം ബവൽസിൽ ചെറിയ പ്രോബ്ലംസ് ഉള്ളതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ ഒന്നുകൂടി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം കുട്ടിക്ക് വേദനയൊന്നുമില്ല. സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ യൂറിൻ നോർമലാണ്. സ്വെറ്റ് ഇൻക്രീസ്ഡ് ഓൺ ഹെഡ്. നമ്മൾ ജമ്പ് ചെയ്തൊരു മെഡിസിനിലേക്ക് പോകണോ വേണ്ടതെന്ന് നമ്മൾ ആലോചിച്ചോളൂ. എല്ലാവരുടെയും മനസ്സിൽ വളരെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ജമ്പ് ചെയ്തിട്ടുണ്ടാകും, എനിക്ക് ഷുവറാണ്. എങ്കിലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ നമുക്കറിയാം കുട്ടിക്ക് നമ്മൾ ഡിസയറും അവേർഷൻസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡിസയർസ് കുട്ടിക്കുണ്ട്. മീറ്റിനോട്, എഗ്ഗ്, പേസ്ട്രീസ് കഴിക്കുന്ന ഇഷ്ടമുള്ള കുട്ടിയാണ്. അറിയാലോ, കുട്ടി വണ്ണം വെച്ച് വരുന്നതിൻ്റെ ചില കാരണങ്ങളിൽ ഒന്നായിരിക്കാം അത്. തൈര് കഴിക്കുന്നതിനോട് താല്പര്യമുള്ള കുട്ടിയാണ്. അതേസമയം മിൽക്ക് അവേർഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഫിസിക്കൽ മേപ്പ് ഹൈഡ്രോജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. തെർമലി ചില്ലിയാണ്. ടെമ്പർമെൻറ്റ് സാങ്ക്വിൻ ടെമ്പർമെൻ്റ് ആണ്. ആക്ടിവിറ്റീസ് എല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് തോന്നുന്നു പിക്ചർ. സ്ലോ ആക്ടിവിറ്റീസ് ആണ്. ഈസിലി മിങ്കിൾസ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ടെല്ലാം അത് നല്ലവണ്ണം കളിക്കുന്ന കുട്ടിയാണ്. അതിൽ ആരോടും ഒരു വെറുപ്പൊന്നും ഇല്ലാത്ത ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ജനറൽ എക്സാമിനേഷൻ എടുത്തപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ എല്ലാ കാര്യത്തിലും. പീഡിയാട്രിക്സ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പല കാര്യങ്ങളിൽ ചില കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. BMI 20.8 kg/m². അനീമിക് അല്ല, ഇല്ല, സൈനോസിസ് ഇല്ല, ലിംഫഡനോപ്പതി ഒന്നുമില്ല, ദേഹത്ത് പ്രത്യേകിച്ച് മുഴയോ ഒന്നുമില്ല. പൾസ് 78 ആണ്. കുട്ടിയാണെങ്കിലും 78 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികളുടെ പൾസ് റേറ്റ് കൂടുതലാണ്. എങ്കിലും ഇതൊരു 78 നമ്മൾ അബ്നോർമൽ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യാറില്ല. സിസ്റ്റമിക് എക്സാമിനേഷൻ ചെയ്തപ്പോൾ മൈൽഡ് ഡിസ്കളറേഷൻ അറൗണ്ട് ദ നെക്ക്, നോ സ്കാർ മാർക്സ്. Palpation, no tenderness, no nodular swelling, no local warmth. നമ്മളതിനെ എല്ലാവരുടെയും സഹായത്തോടുകൂടി നമ്മൾ ഇവാലുവേഷൻ ചെയ്ത് ഇത്രയും പോയിന്റ്സ് ആണ് കുട്ടിയിൽ നിന്ന് കിട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന് അവേർഷൻ ടു മിൽക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. കുട്ടി ഇൻ്റലിജൻ്റ് ആണെന്നുള്ളത് എൻ്റെ ഇൻ്റർനെറ്റ് അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മനോജ് സാർ പ്ലീസ് പറയണം. കോൺസ്റ്റിപ്പേറ്റഡ് ആണ്, വെയിറ്റ് ഗെയിൻ ഉണ്ട്, തെർമലി ചില്ലിയാണ്. ടോട്ടാലിറ്റി ഇത്രയും പോയിന്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. സ്ലോ ഇൻ ആക്ടിവിറ്റീസ്, ഇൻ്റലിജൻറ്റ്. ആ പോയിന്റ്സ് എല്ലാം കൊണ്ട് എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. പ്രൊഫ്യൂസ് സ്വെറ്റ് ഓൺ ഹെഡ്, തേഴ്സ്റ്റ് ഡിക്രീസ്ഡ്, അവേർഷൻ ടു മിൽക്ക്, ഡിസയർഡ് എഗ്, കോൺസ്റ്റിപ്പേഷൻ, തെർമലി ചില്ലി.
TFT report dated 19/8/2022, TSH 62.49. ഇത് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആ കൃത്യമായ അതിൻ്റെ ഒരു റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്ത ഔട്ട്പുട്ട് ബുദ്ധിമാന്മാരായ ഇൻ്റലിജൻറ്റ് ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്, അവർക്ക് പണ്ടേ മനസ്സിലായി എന്ന് പറയുന്ന പോലെ ഇത് കാൽക്കേരിയ കാർവാണെന്ന് നമുക്ക് യാതൊരു സംശയമില്ലായിരുന്നു. കാൽക്കേരിയ കാർവ് തന്നെയായിരുന്നു. റെപ്പർട്ടറൈസ് ചെയ്തപ്പോൾ കാൽക്കേരിയ കാർവ് വന്നു. നമുക്ക് ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്റ്റുഡൻസിനൊന്നും പെട്ടെന്ന് കാൽക്കേരിയ കാർവ് ഒന്നും അറിയില്ലെങ്കിലും നമ്മുടെ ഡോക്ടേഴ്സിന് എല്ലാവർക്കും അത് പെട്ടെന്ന് കാൽക്കേരിയ കാർവ് ആകും. എങ്കിൽ നമ്മൾ സയൻറ്റിഫിക് ലെവലിലേക്ക് പോകാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് റെപ്പർട്ടറൈസ് ചെയ്ത് തന്നെയാണ് നമ്മൾ കഴിയുന്നതും മെഡിസിൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ കൊടുക്കും. റെപ്പർട്ടറൈസേഷൻ നമ്മൾ മാൻഡേറ്ററി ആയിട്ടൊന്നും വയ്ക്കാറില്ല, എങ്കിൽ റെപ്പർട്ടറൈസ് ചെയ്യാറുണ്ട്. റെപ്പർട്ടറൈസ് ചെയ്തപ്പോഴും കുട്ടിക്ക് വന്ന കാൽക്കേരിയ കാർബ് സൾഫർ സെപ്പിയ ലൈക്കോപോഡിയമാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായിരുന്നാലും നമ്മൾ കൊടുത്തിട്ടുള്ള റെമഡി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഏതായിരിക്കും? കാൽക്കേരിയ കാർബ് തന്നെയാണ്. ആ പോയിന്റ്സ് എല്ലാം അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും റെമഡീസ് ആണ് വന്നത്. കാൽക്കേരിയ കാർബ്, സൾഫർ, സെപ്പിയ, ലൈക്കോപോഡിയം, നാട്രമൂർ. അതിനകത്ത് കൂടുതൽ റെമഡീസ് താഴോട്ട് കാണുന്ന സൾഫർ, ലൈക്കോപോഡിയം, നാട്രമൂർ എല്ലാം നമ്മൾ പറയുന്ന പോലെ ഹോട്ട് റെമഡീസും ചില്ലി റെമഡീസും ഉണ്ട്. ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. അതിൽ ഇത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഒരു ചില്ലിയാണ്. അതുകൊണ്ട് കാൽക്കേരിയ കാർബ്, സെപ്പിയാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. എങ്കിലും നമ്മൾ കാൽക്കേരിയ കാർബ് ടോപ്പ് മാർക്ക് വന്നു. ഏത് രീതിയിൽ നോക്കിയാലും ഇത് ലൈക്കോപോഡിയം അല്ല, സെപ്പിയ അല്ല, കാൽക്കേരിയ കാർബാണ് നമുക്ക് അപ്പോഴേ തോന്നിയതനുസരിച്ച് നമ്മൾ കാൽക്കേരിയ കാർബ് കൊടുക്കുന്നു. കാൽക്കേരിയ കാർബ്, സെപ്പിയ, സൾഫർ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. 10/9/2022 കാൽക്കേരിയ കാർബ് 200 4 ഡോസ് വീക്ക്ലി വൺസ് കൊടുത്തു. 200 എന്തിന് കൊടുത്തു എന്ന് നമ്മൾ സാധാരണ നമ്മളൊരു മീഡിയം പൊട്ടൻഷ്യയിൽ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികൾക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്മോളർ ദ ചൈൽഡ് ഹയർ ദ പൊട്ടൻസി എന്നുള്ളതാണ് നമ്മുടെ പോളിസി. നമ്മൾ 200 ഒരു മീഡിയം പൊട്ടൻസി രീതിയിൽ കൊടുക്കും. ഞാനൊരു മെയിൻ്റനൻസ് ഓഫ് റെപ്പറ്റീഷൻ ഓഫ് ഡോസ് നമ്മൾ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 200 ഡോസ് കൊടുത്താൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയൊന്നുമില്ല. വൺസ് ഇൻ എ വീക്ക് ആ കണ്ടീഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇഫ് വി ആർ ഗോയിങ് ഫോർ എ ഹയർ പൊട്ടൻസി, സേ ലൈക്ക് 1M പൊട്ടൻസിയിലേക്ക് പോയാൽ നമ്മുടെ ഫ്രീക്വൻസി ഓഫ് റെപ്പറ്റീഷൻ വൺസ് ഇൻ 2 വീക്സോ വൺസ് ഇൻ എ മന്തോ ആക്കാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാൽക്കേരിയ കാർബ് 200 ആണ്. നമ്മൾ സസെപ്റ്റബിലിറ്റി റീസൺസും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പൊട്ടൻസിയിലേക്ക് പോകുന്നത്. 1 മാസത്തേക്ക് മെഡിസിൻ കൊടുത്ു. നമ്മൾ ഫോളോ അപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ സ്ലൈഡിൽ 10/9/2022, 19/11/2022 നോ ഫർദർ വെയിറ്റ് ഗെയിൻ മാത്രം നമ്മൾ കണ്ടു. കോൺസ്റ്റിപ്പേഷൻ ഒക്കേഷണലി ഉണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ കുട്ടിക്ക് വേണ്ട ഡയറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ആ ഡയറ്റിൽ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ കഴിയുന്നതും ഈ വണ്ണം വയ്ക്കുന്ന കുട്ടി കഴിക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറയും. കൺട്രോൾ ചെയ്യാൻ പാരൻസിനെ ോടാണ് നമ്മൾ കൂടുതൽ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, പിന്നെ ഡോക്ടറെ കാണാനും വരില്ല. അതുകൊണ്ട് നമ്മൾ പാരൻസിനോട് രഹസ്യമായി ഇന്ന കാര്യങ്ങൾ കുട്ടിക്ക് കഴിയുന്നത്ര സ്ലോ ആയിട്ടൊന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്ത് അവരെ അതിൻ്റെ ദോഷഫലങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞാൽ മാത്രമേ കുട്ടികൾ ഇതെല്ലാം കേൾക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് പകരം എന്ത് കഴിക്കാം എന്ന് പറയുന്നതിനോട് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നല്ല, എന്ത് കഴിക്കരുത് എന്ന് പറയാറില്ല. കഴിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾ നമ്മുടെ ഒപിയിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ എന്തൊക്കെ കഴിക്കാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് പാരൻറ്റിനോട് പറഞ്ഞു കൊടുക്കും. അതിൽ ഈ കുട്ടിക്ക് ആവശ്യമുള്ള ഇത് കൂടാതെ തന്നെ കുട്ടികൾക്ക് നമ്മളൊരു ന്യൂട്രീഷൻ പാർട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അവരുടെയും കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ നമ്മൾ എടുക്കാറുണ്ട്. ഈ കുട്ടിക്ക് നമ്മൾ 11th മന്തിൽ വന്നപ്പോൾ കാൽക്കേരിയ കാർബ് 200 ആസ് യൂഷ്വൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. കോൺസ്റ്റിപ്പേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട്. TSH 3.12 ആയി കുറഞ്ഞ് 34 kg കുട്ടിക്കുണ്ട്. 200 ആണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് വീക്ക്ലി 1 ഡോസ് ആണ്. എന്തുകൊണ്ട് വീണ്ടും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കൊടുത്തു എന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ട്. കേൾക്കാമോ? ഞാൻ കേൾക്കാമോ ഇടയ്ക്ക് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു ഇന്റർനെറ്റ് പ്രോബ്ലം. ഓക്കെ, ശരി 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 ശരി. അപ്പോൾ നമ്മൾ 6ാം മാസത്തിലെ കുട്ടി പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നു.
പരീക്ഷ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, മാർച്ചൊക്കെ ആകുമ്പോൾ കുട്ടി തിരിച്ചു വന്നപ്പോൾ TSH ചെക്ക് ചെയ്തപ്പോൾ 82.6. നമ്മൾ ആ ഒരു നോർമൽ ലെവൽ ഓരോ ലാബിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ പിക്ചറിലേക്ക് വരുമ്പോൾ, അതായത് എവിഡൻസിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. കുട്ടിയുടെ വെയിറ്റ് 35 kg ആണ്. കാൽക്കുലേറ്റ് കാർബോ 1 പോയി. 1 പോയത് എന്താണെന്നുള്ളത് നമുക്കിപ്പം മനസ്സിലാവും. ഇതാണ് ആ വാല്യൂ ഇത്തിരി കൂടെ കമ്പയർ ചെയ്യുന്നതിലും 2 റീസൺ ആണ്. ദർ വാസ് എ ഗ്യാപ്പ് ഫോർ ദ മെഡിക്കേഷൻ. ഗ്യാപ്പ് വന്നു. അവർ കാൽക്കുലേറ്റ് കാർ 200 നമ്മൾ 1 മാസത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ വന്ന ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് 23 വന്നപ്പോൾ, 23/7 വന്നപ്പോൾ സീ ദ ഗ്യാപ്പ്. പ്രീവിയസ് സ്ലൈഡിൽ 23/6 ആണ്. 15/7/23 പേഷ്യൻ്റ് വന്നു 36.7. സ്റ്റൂൾ റെഗുലർ ആയി കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നത് തന്നെ പറ്റി എന്നുള്ളതാണ്. നമ്മളൊരു TSH ലെവൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ്. ബട്ട് അവർ സിംറ്റമാറ്റിക്കലി അവർക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ സാധിച്ചു. വീണ്ടും 8ാം മാസത്തിൽ അവർ പ്രസന്റ് ചെയ്തു. ആ സമയത്ത് നോക്കൂ, TSH ഹാസ് ഗോൺ ടു 76.92. ഒരു വേവറിംഗ് ആയിട്ട് നമ്മൾ ആ കുട്ടിയുടെ ഇത് കാണുന്നുണ്ട്. കാൽക്കേരിയക്കാർ 1 ഡോസ്. ഞാൻ സത്യസന്ധമായി പ്രസന്റ് ചെയ്യുന്നതാണ്. ഞാൻ അതിനെ ഒരു എന്താണ് കാണാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തൊന്നും പോകുന്നില്ല. ഒറിജിനലായിട്ടുള്ള കേസ് റെക്കോർഡിൽ നിന്ന് എടുത്ത അതേ ഇൻഫർമേഷൻസ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ചെറിയൊരു കോൺസ്റ്റിപ്പേഷൻ ലെവൽ കുട്ടിക്ക് ഉണ്ടായിരുന്നത് 14/10/23 ആയപ്പോൾ 2 ദിവസമായിട്ട് കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് കുട്ടിയെ കൊണ്ടുവന്നു. നമ്മൾ 2 ഡോസ് കൊടുത്തു. once in 15 days. ആ ഒരു പോയിന്റ് എല്ലാവരും നോട്ട് ചെയ്യുക. ആദ്യം നമ്മൾ കൊടുക്കുന്ന once in a month. നമുക്കൊരു ഞാൻ പറയുന്നത് ഒരു റിതം ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ റിതം ഓഫ് പ്രിസ്ക്രിപ്ഷൻ 1 ആണെങ്കിൽ 200 ആണെങ്കിൽ അല്ലെങ്കിൽ 10 ആണെങ്കിൽ ഒരു ക്രോണിക് മെഡിക്കേഷൻ, അത് ക്രോണിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് 11th, അതായത് 11th month 23 പോയപ്പോൾ വി ക്യാൻ സി ദ TSH has come down. പേഷ്യൻ്റ് ഇസ് നോട്ട് ടേക്കിംഗ് എനി അതർ അലോപ്പത്തിക് മെഡിക്കേഷൻ. നമ്മൾ ആദ്യമേ ഹോമിയോപ്പതി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കോൺസ്റ്റിപ്പേഷൻ ബെറ്ററായി. ഒക്കേഷണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. നമ്മൾ അതിനെ അങ്ങനെ കേസ് റെക്കോർഡിലുള്ള പോയിന്റ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. 2 ഡോസ് കൊടുത്തിട്ടുണ്ട് once in 50 days കഴിക്കാനായിട്ട്. ഫെബ്രുവരി നെക്സ്റ്റ് ഇയറിലേക്ക് കുട്ടി വന്നത് 11th കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ പേഷ്യൻ്റ് ചിലപ്പം ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും വരണമെന്നില്ല. പരീക്ഷയൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് തൈറോയിഡൊക്കെ അവർക്കൊരു പ്രോബ്ലം അല്ല. പിന്നീടും കുട്ടി എല്ലാം കഴിഞ്ഞ് അവർ കുട്ടി ഫ്രീ ആവും, പാരൻറ്റും ഫ്രീ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളെടുത്ത് വരിക. ചില ഗ്രൂപ്പ് ആൾക്കാർക്ക് അത്രയും സീരിയസ്നെസ്സേ ഉള്ളൂ എന്നുള്ളത്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടി ഫങ്ഷണലി എല്ലാം ഓക്കെ ആണെങ്കിൽ they will not have that tendency to come to the doctor. ഡിസീസ് ഉണ്ടാകുമ്പോഴേ അവർക്ക് വരണമെന്ന് തോന്നലുണ്ടാവുള്ളൂ. അത് തന്നെ നമ്മൾ അതിനോടൊന്നും കുട്ടിയെ എന്തുകൊണ്ട് വന്ന് നമ്മൾ വിരട്ടാറൊന്നുമില്ല. വരാത്തതിൻ്റെ പ്രോബ്ലം നിങ്ങളുടെ ബ്ലഡ് പിക്ചറിൽ നിങ്ങൾ കാണേണ്ടി വരും എന്ന് നമ്മൾ പറഞ്ഞ് വിടും. ഇത്രയേ ഉള്ളൂ. So you can see that calcarecar 1 is given 4 dose and patient continued treatment since then up to 17th February 2024. വെയിറ്റ് അങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഒന്നും കയറിയിട്ടില്ല. കമ്പയറിംഗ് വിത്ത് ദ വെയിറ്റ് ദ ചൈൽഡ് ഹാസ് അറ്റൈൻഡ്. ആദ്യമായി ചൈൽഡ് അറ്റൈൻ ചെയ്ത സഡൻ ഒരു റൈസ് പിന്നീട് കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. കാൽക്കേരിയ 1 നമ്മൾ once in a month മാറ്റിയിട്ടുണ്ട്. ഫെബ്രുവരി 2024. ഇത് എല്ലാവർക്കും കാണാമോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ സ്ക്രീനിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ റിപ്പോർട്ടാണ്. റിപ്പോർട്ടിൽ നമ്മൾ പേഷ്യൻ്റെ പേര് കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. കുട്ടിയാണ്. നമ്മൾ OP നമ്പറിൽ യു ക്യാൻ സി TSH ഇസ് വെരി ഹൈ. അതിനകത്ത് യു ക്യാൻ സി ദാറ്റ് ഇറ്റ്സ് റീചെക്ഡ് ഓൾസോ. അത് നമ്മുടെ കോളേജിൻ്റെ ലാബിലെ റൂളാണ്. ഏതെങ്കിലും പ്രോബ്ലംസ് അൺഎക്സ്പെക്റ്റഡ്ലി ഹൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ലാബ് ഇൻവെസ്റ്റിഗേറ്റർ തന്നെ ഒന്നുകൂടെ റീചെക്ക് ചെയ്തിട്ട് നമ്മളെ കാണിക്കും. അപ്പോൾ യു ക്യാൻ സി ദ നോർമൽ വാല്യൂ ആൻഡ് വാട്ട് ഇസ് ദ ഹയർ ലെവൽ ഇൻ TSHലെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ഹയർ ലെവൽ വാല്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത പേഷ്യൻ്റ് വിസിറ്റ് ചെയ്ത സമയത്തുള്ള പല സമയത്തായിട്ടുള്ള റിപ്പോർട്ടാണ് ഈ കാണുന്നത്. യു ക്യാൻ സീ ദാറ്റ് ദ T3 ഹാസ് ഗോൺ അപ്പ് ആൻഡ് TSH ഹാസ് കം ഡൗൺ ആൻഡ് comparatively you can see this report and you can see this report also. Just few 10 അത് പേഷ്യൻറ്റിന് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ള ലാബിലേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വിടും. കുട്ടിയുടെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ TSH has come down to 3.0. ചിലപ്പോൾ പേഷ്യൻറ്റിന് തന്നെ ഡൗട്ട് ഉണ്ടാവും നമ്മളെ ഇവിടുത്തെ റിപ്പോർട്ടിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് റിപ്പോർട്ട് കിട്ടാനായിട്ട് അവർ പുറത്തു പോയൊരു ലാബിൽ ചെക്ക് ചെയ്തു. അപ്പോൾ യു ക്യാൻ സീ
the TSH has come down to 3. നമുക്ക് ഒരു കേസും കൂടെ മനോജ് സാർ, കുട്ടികളുടെ ദിവസമായിട്ട് ഞാൻ ഇത് കുട്ടികളുടെ കേസായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നതെല്ലാം. കുഴപ്പമില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഇത് നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായ, നേരത്തെ നമ്മൾ കണ്ടത് എല്ലാവർക്കും മനസ്സിലായി കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം കേസാണ്. ഹൈപ്പോ തൈറോയിഡിസവും വരും, കുട്ടികൾക്ക് ഹൈപ്പർ തൈറോയിഡിസം വരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമുക്ക് അതിലേക്കൊരു സ്പെസിഫിക് റെമഡി ഞാൻ ഇവിടെ എല്ലാവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും കൂടെയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാനും കൂടെയാണ്. ഞങ്ങൾക്ക് കോളേജിൽ വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നിയ, ഹോമിയോപ്പതി സ്പെസിഫിസിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും പല കേസസിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത റെമഡി എന്നുള്ള രീതിയിൽ ഇതെല്ലാവരും ഇതിനെ ഒന്ന് ആ രീതിയിൽ ഈ കേസിനെ കാണണം. 10 വയസ്സായ കുട്ടിയുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു കുട്ടി. പ്രസന്റിങ് കംപ്ലൈൻറ്റ് ഇതാണ്. പേഷ്യൻറ്റ് കെയിം ടു OPD വിത്ത് പെയിൻ ഇൻ അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രീമിറ്റീസ് സിൻസ് 3 years. ഇതാണ് കംപ്ലൈൻറ്റ്. കൈകാലിൽ കഴപ്പ് വേദന 3 വർഷമായിട്ട്. റെക്കറൻറ്റ് കഫ് വിത്ത് എക്സ്പെക്ട്രേഷൻ ആൻഡ് ലേറ്റർ ഡയഗ്നോസ്ഡ് വിത്ത് തൈറോയിഡ് ഡിസോർഡർ. തൈറോയിഡ് ഡിസോർഡർ ആയിട്ട് പിന്നീട് അറിഞ്ഞ ഒരു കേസാണ് നമ്മളെടുത്ത് വന്നിരിക്കുന്നത്. ഒരു ലോങ് ഹിസ്റ്ററി ഒക്കെ അതിനകത്ത് പ്രസൻറ്റിങ്ങിൽ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഇവിടെ പറയാം. ഈ കുട്ടിക്കും ഗെയിനിങ് ഓഫ് വെയിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും becoming obese, hence was sent for thyroid function test. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മൾ വണ്ണം വയ്ക്കുന്ന കുട്ടി, ചിലരൊക്കെ മുടി കൊഴിച്ചിലുണ്ടെങ്കിലും TSH ഒക്കെ ചെക്ക് ചെയ്യുക, TFT ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. എത്രമാത്രം അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും വണ്ണം വയ്ക്കുന്ന കുട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന കുട്ടികൾ അതിൻ്റെതായ റിപ്പോർട്ടുകൾ നമ്മൾ കളക്ട് ചെയ്യണം. സെൻഡ് ഫോർ TFT ആൻഡ് ബ്ലഡ് റൂട്ടീൻ എക്സാമിനേഷൻ ഡയഗ്നോസ്ഡ് വിത്ത് തൈറോയിഡ് ഡിസോർഡർ എന്നുള്ളത് കൊതിയിട്ടിട്ടിരിക്കുകയാണ്. പ്രീവിയസ് ഇൽനെസ് എടുത്തപ്പോൾ അറ്റ് 11 months ഓഫ് ഏജ് ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അത് റിലീവ്ഡായി. അതിൻ്റെ പ്രോബ്ലംസ് ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററിയിൽ പറയുകയാണെങ്കിൽ ഹൈപ്പർടെൻസീവ് ആൻഡ് ഡയബറ്റിക് ഗ്രാൻഡ് പാരൻസ് ആണ്. ഗ്രാൻഡ് ഫാദർ വാസ് ഹൈപ്പർടെൻസീവ് ആൻഡ് ഗ്രാൻഡ് മദർ പെറ്റേണൽ അച്ഛൻ വഴിയുള്ള ഗ്രാൻഡ് മദറിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. പാരൻസിന് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. ആൻഡ് വി ഓഫ് കോഴ്സ് വി ഹാവ് ടു ഗോ ഫോർ ദ ഫിസിക്കൽ ജേർണൽസ് ആൻഡ് ഫൗണ്ട് സ്വീറ്റ്സ്, കോൾഡ് ഫുഡ്, നോൺ വെജിറ്റേറിയൻ ആസ് യൂഷ്വൽ. കുട്ടികൾക്കെല്ലാം ആഗ്രഹം ഉള്ളതുപോലെ ഈ കുട്ടിക്കും ആഗ്രഹം കൂടുതലായിരുന്നു. അതേസമയം ഫാനിങ് ഇൻടോളറൻ്റ് ആണ്, കവറിങ് ഇൻടോളറൻസ് ടു കോൾഡ് സീസൺ ആണ്. ഈ പൊതുവെ നമ്മൾ വരുന്ന ഈ കുട്ടികൾക്ക് എല്ലാവരുടെയും ആഹാര രീതി നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുന്ന കുട്ടികൾ, ചിക്കൻ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്ന കുട്ടികളെല്ലാം മിക്കവാറും ഫസ്റ്റ് ഡേയിൽ തന്നെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ പാരൻറ്റിനോടാണ് ആവശ്യപ്പെടുന്നത്. ഫിസിക്കൽ ജനറൽസ് എടുക്കുമ്പോൾ ഒബീസാണ് കുട്ടി കാണാൻ, കാഴ്ചയിലും 123, 37.8 kg, BMI 24.98. ഇതെടുക്കുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കൃത്യമായിട്ട് കുട്ടിയുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഷ്യൂസ് ഒന്നുമില്ല. കണ്ടില്ലേ, നമ്മളിതിനകത്ത് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റിലേക്ക് പോയപ്പോൾ T3 ആണ് ഇതിനകത്ത് ഹൈ ആയിട്ടിരിക്കുന്നത്, 237.31. സിംറ്റംസ് എന്താണ് എന്നുള്ളതിനേക്കാൾ പ്രധാനം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ഡിഫറൻസാണ്. T3 ഹൈ ആണ്, TSH വേണമെങ്കിൽ സബ് നോർമൽ വേണമെങ്കിൽ പറയാം. തൈറോയ്ഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അവിടെ എന്തുകൊണ്ട് T3 കൂടി കഴിയുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഓട്ടോമാറ്റിക്കലി തൈറോയ്ഡ് സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. തൈറോയ്ഡ് സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പല സ്ലൈഡിലുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്ത് വന്ന സ്ലൈഡാണ്. എവറിത്തിങ് സ്റ്റാർട്ട്സ് ദ സ്റ്റിമുലേഷൻ ഫ്രം ദി ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ നിന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് തൈറോയ്ഡിലേക്ക് നമ്മൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് വരുന്നതും അവിടെ നിന്ന് കൺസേൺഡ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് വരുന്ന ആ പർട്ടിക്കുലർ ഹോർമോൺ ഇവിടെ ഒരുവിധം സബ് നോർമലായിട്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. T3 is so high. You can see that on the case record. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടാണ് ഈ കാണുന്നത്. ഇവിടെയും നമുക്ക് എന്താണ് റീചെക്ക് ചെയ്തിരിക്കുന്നത് TSH തന്നെയാണ്. TSH റീചെക്ക് ചെയ്ത കാര്യം 0.4-നേക്കാളും താഴെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ലാബ് ടെക്നീഷ്യൻ ചിലപ്പോൾ അറിയണമെന്നില്ല എന്തുകൊണ്ടാണ്. നമ്മൾ ആ ഒരു ക്ലിനിക്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും. The T3 is very high, automatically that feedback mechanism will come down and there is no need of the TSH to be secreted by the pituitary gland, anterior pituitary. എല്ലാവരും ഇത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആ OP നമ്പറിൽ അണ്ടർലൈൻ ഇട്ടത് എല്ലാവരും ശ്രദ്ധിക്കുക.
കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കൽ ലാബിൽ നിന്ന് വന്ന കുട്ടിയുടെ ഏജ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നു. അതിനെ ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആ OP നമ്പർ ഞാൻ വരച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ കുട്ടിയുടെ വയസ്സ് 33 നമ്മൾ കാണും. ദയവായി അത് 33 വയസ്സല്ല, OP നമ്പറാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് എടുക്കേണ്ടത്. പ്രിൻ്റ് ഔട്ടൊക്കെ വന്ന് അവിടുത്തെ തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ ഏജ് ഒക്കെ അടിക്കുമ്പോൾ ഒക്കെ വ്യത്യാസം വരും. ദയവായി അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഡേറ്റ് നോക്കിക്കോളൂ. 27/10/21 6/11 നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തത് കാൽക്കേരിയ അയോഡേറ്റമാണ്. അയോഡേറ്റം 30 ആണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തത്. ഇത് എന്തുകൊണ്ട് നമ്മൾ അയോഡേറ്റത്തിലേക്ക് വന്നു എന്നുള്ളത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ മോർ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ്, ഞാൻ പറയുന്നത് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഡ്രഗാണ്. ഇഫ് യു ഹാവ് എ ഫെയിലിയർ ഇൻ എനി തൈറോയ്ഡ് കേസസ്, വെദർ ഇറ്റ് ഇസ് ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും ഒരു അഡൽട്ട് ആണെങ്കിലും, പല കേസസ് തെർമൽ റിയാക്ഷൻ എല്ലാം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും കൂടെ നമ്മൾ കാൽക്കേരിയ അയോഡേറ്റത്തിലേക്ക് വരുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് പോയിന്റ്സ് നമുക്ക് അതിനകത്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കി കിട്ടും. നമുക്ക് വിൽ ഗോ ടു ദ പ്രിസ്ക്രിപ്ഷൻ. Calcaria adatum 200 was given. Here it is given as 37 dose. 30 കണ്ടു. 30 നമ്മളൊരു കണ്ടിന്യൂസ് ഡോസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് സ്റ്റിമുലേഷൻ പേഷ്യൻ്റ് ആവശ്യം നമ്മൾ തോന്നിയത് ലോവർ ദ പൊട്ടൻസി, the repetition will be little more frequent. But here we have given T3 കണ്ടോ. T3 നമ്മൾ ഈ ഡേറ്റും കൂടെ നോക്കിക്കോളൂ. 6/11/21 ആണെങ്കിൽ ഇവിടെ 6/2/22 പേഷ്യൻ്റ് T3 നോക്കിയാൽ 170 ആയി. പ്രീവിയസ്ലി ഇറ്റ് വാസ് 273. 273 ഇരുന്നതിനെ നമ്മൾ കാൽക്കേരിയ അയോഡേറ്റത്തിൻ്റെ സഹായത്തോടു കൂടി, ഓഫ് കോഴ്സ് വി ഹാവ് ഗിവൺ ദ പ്രോപ്പർ ഡയറ്റ് ആൻഡ് റെജിമെൻ. അതിനൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഡയറ്റ് ആൻഡ് റെജിമെൻ എല്ലാ കാര്യത്തിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ് പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ, ഒബീസ് ആകുമ്പോൾ ആ ഡയറ്റിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തേ തീരുള്ളൂ. കാൽക്കേരിയ അയോഡേറ്റ് 200, then it came down to 155. Calcaria ayodatum was increased to 200 potency. See, you can see that on 10th we have കുട്ടിയുടെ വെയിറ്റ് കൂടുന്നത് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ 37.5 ആയി വിത്തിൻ എ ഷോർട്ട് പീരീഡ്. ദെർഫോർ സെൻട്രൽ ന്യൂട്രീഷൻ ക്ലിനിക്കിലേക്ക് വിട്ടിട്ട് കുട്ടിയുടെ ഡയറ്റിനെ നമ്മൾ ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി പാരന്റിനെ വിട്ടിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഓൺ 23/13 report on 5/1/23 it is T3 is 166 and TSH is 0.87. Calcaria ayodatum was repeated. 38.3 is the weight of the child. You can see here the thyroid function test is showing T3 high and the TSH has come to the normal level here. Previous എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. OP നമ്പർ ശ്രദ്ധിക്കുക. ഇവിടെ 7 വയസ്സ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ഇവിടെ പോകുമ്പോൾ 34 വയസ്സായി ആ കുട്ടിക്ക്. ആരും ഞെട്ടിപ്പോയത്, കുട്ടി 34 വയസ്സായതല്ല, അത് ആ ലാബിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അതിനുവേണ്ടി ഞാൻ OP നമ്പറിനെ ഒന്ന് എംഫസൈസ് ചെയ്ത് ഇവിടെ കാണിച്ചത്. OP മാറിയിട്ടില്ല, ഇവിടെ OP അത് തന്നെയാണ് 95/17. കുട്ടി അതേ കുട്ടി തന്നെയാണ്. ദയവായി ആ ഒരു ലാബിലെ മിസ്റ്റേക്കിന് ക്ഷമിക്കുക, കുട്ടി തന്നെയാണ്, അതേ കുട്ടിയുടെ തന്നെയാണ് T3 166.69 ആയിട്ട് കണ്ടത്. ആൻഡ് ഹിയർ യു ക്യാൻ സീ the continuous prescription of calcaria carb 200, sorry, calcaria iodatum 200. The thyroid function test has come down. You can see the day 24 lana 74.21. ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് what is the message that I would like to give today in this particular presentation. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ച മെയിൻ ആയിട്ടൊരു കാൽക്കേരിയ അയോഡൈഡിൻ്റെ ഒരു റോളാണ് ഞാനിവിടെ. പലർക്കും ഡോക്ടർക്കൊക്കെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും എത്രമാത്രം അത് ഒരു തൈറോയ്ഡ് കണ്ടീഷനെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾക്കൊരു തൈറോയ്ഡ് ക്ലിനിക്ക് നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. തൈറോയ്ഡ് ക്ലിനിക്കിൽ തന്നെ എത്രയോ കേസസ് കാൽക്കേരിയ അയോഡൈഡ് മാത്രം, സ്പെസിഫിക് അല്ലെങ്കിൽ പോലും, ദാറ്റ് ഡസ് നോട്ട് മീൻ എല്ലാ കേസിലും കാൽക്കേരിയ അയോഡൈഡ് കൊടുക്കും എന്നല്ല. കാൽക്കേരിയ അയോഡൈഡിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു ചില അങ്ങനത്തെ മരുന്നുകൾ ഞാൻ 1-2 ഒക്കെ അനുവാദത്തോടെ പറയാം. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് വേം ഇൻഫെസ്റ്റേഷൻ. ചില പ്രസൻറ്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. വേം ഇൻഫെസ്റ്റേഷൻ ഇപ്പോൾ പല കുട്ടികൾക്ക് ഉണ്ടാവാറേ ഇല്ല. കാരണം സ്കൂളിൽ തന്നെ അവർക്ക് എല്ലാവർക്കും ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ഹെൽമിൻ ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ അത് കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ വന്ന് സപ്ലൈ ചെയ്യാണ്. കുട്ടികളത് കഴിക്കും, പാരൻ്റ് പോലും പലപ്പോഴും അറിയാറില്ല. എത്തിക്സ് അനുസരിച്ച് പാരൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം കൊടുക്കാൻ. കുട്ടി ഞാൻ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ, ആ ഗുളിക തന്നു,
അത് പാരന്റിന്റെ മുമ്പിൽ വെച്ച് പാരന്റിനോട് പോലും അവർ പറയാം, മുട്ടായി കഴിച്ചാൽ അവരതിനെ കഴിച്ചിട്ടായിരിക്കും വീട്ടിൽ വരിക. ചില കുട്ടികൾ പറയാൻ മറന്നുപോകും. നമ്മൾ ചോദിക്കും, കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. വേം ഇൻഫെസ്റ്റേഷൻ്റെ പ്രോബ്ലംസ് എല്ലാം മാറി അവർക്ക്. ടു ബി ഫ്രാങ്ക്, എല്ലാ വേമും അവരെ വയറിൽ നിന്ന് പോയി കിട്ടും. പക്ഷെ ഒരു സാധനം മാത്രം പോകത്തില്ല. ദാറ്റ് ഈസ് അവർ പിൻ വേം. ആ പിൻ വേം ഇറ്റ്സ് ആൻ ഓട്ടോ ഇൻഫെസ്റ്റേഷൻ ആണ്. ഓട്ടോ ഇൻഫെസ്റ്റേഷൻ വരുന്നത് വീണ്ടും വീണ്ടും കുട്ടിക്ക് വന്നുകൊണ്ടിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ചെറിയ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകുന്നത് മനുഷ്യ ശരീരത്തിൽ, അല്ലേ? വലിയ വേംസൊക്കെ അവങ്ങ് അടിച്ചങ്ങ് പോവും. പക്ഷേ നമ്മുടെ ഏറ്റവും ചെറിയ വേമായിട്ട് നമ്മുടെ വയറ്റിനകത്ത് കിടക്കുന്ന പിൻ വേം ഉണ്ടല്ലോ, ഇവരുടെ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ഹെൽമെറ്റിലൊന്നും ഇവൻ നശിച്ചു പോകത്തില്ല. വീണ്ടും ഇവൻ ഏനസ് ചൊറിയുകയും ചെയ്യും, അത് വീണ്ടും അവൻ വായിക്കകത്ത് ആക്കുകയും ചെയ്യും. ഈ കുട്ടികൾ ഇത് സ്ഥിരമായിട്ട് ഈ കംപ്ലൈൻറ്റ് കൊണ്ടുവരും. എനിക്ക് ഈ പ്രസൻറ്റേഷനാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഓർമ്മിക്കുന്നില്ല. ബ്ലൈൻഡായിട്ട് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ ഉണ്ട്, കാൽക്കേരിയ ആർട്സ്. കാൽക്കേരിയ ആർട്സ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. എല്ലാ കുട്ടികളും ഒരു പർട്ടിക്കുലർ ഏജിൽ നമ്മളോട് വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിംറ്റമാണ്. പാരൻസിനെ സംബന്ധിച്ച് ഓഫ്കോഴ്സ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരോട് ഹൈജീനിക് മെഷേഴ്സ് എല്ലാം പറയും. സന്ധ്യയ്ക്ക് കഴുകി കൊടുക്കുന്ന കാര്യം പറയും, എങ്ങനെ കഴുകണമെന്ന് പറയും, അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മുടെ കാൽക്കേരിയ ആർട്സ് ഉണ്ടാക്കുന്ന ടുക്രിയ ഒക്കെ പണ്ട് നമ്മൾ കൊടുക്കുമായിരുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷെ ടുക്രിയത്തിനൊന്നും നമ്മൾ വിചാരിക്കുന്ന ആക്ഷൻ ഇല്ല. തീർച്ചയായിട്ടും ആ കാൽക്കേരിയ ആർട്സിന് ഉണ്ടാകും. ഞാൻ അത് കൊടുക്കുന്ന പൊട്ടൻസിയും റെപ്പറ്റീഷനും കൂടെ പറഞ്ഞുതരാം. കാൽക്കേരിയ ആർട്സ് 30 മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾസ്, നമ്പർ 30 ഗ്ലോബ്യൂൾസ് ഞാൻ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്പർ 40 അല്ല, നമ്പർ 30 ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് 3 ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ 2 ഗ്ലോബ്യൂൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഏജ് 3 times ഡെയിലി ഫോർ 1 or 2 weeks. 1 week ആകുമ്പോൾ തന്നെ പേഷ്യൻ്റ് തിരിച്ചു വന്നിട്ട് ഭയങ്കര റിലീഫാണ് നമ്മൾ ഈ കുട്ടിയിൽ കാണുന്നത്. കാൽക്കേരിയ ആർട്സിൻ്റെ ആ ഒരു ഇത് എനിക്ക് കിട്ടിയത് ഈ ഒരു പോയിന്റ്. ഇഫ് യു റെഫർ ഇൻ ബോഡിക്കിലൊന്നും ഇത് കാണത്തില്ല. ഇത് അതിന് ശേഷം, സത്യം പറയാറ്, കൊടുത്തതിന് ശേഷമാണ് ഞാനിത് നെർവ് റെപ്പർട്ടറിയിൽ ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടെന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത്. നെർവ് റെപ്പർട്ടറിയിൽ നമ്മൾ രക്തത്തിൽ പോയി യു ക്യാൻ സീ ദാറ്റ് ഏനൽ ഇച്ചിങ് എന്നൊരു പോയിന്റ്, അതായത് പിൻവേം ഇൻഫെസ്റ്റേഷൻസ് പോലും അത്ഭുതകരമായ ഒരു റെപ്പർട്ടറിയാണ് കേട്ടോ നെർവ് റെപ്പർട്ടറി. അത് ഒരു വലിയൊരു മെറ്റീരിയൽ മെഡിക്കൽ അലൻസിൽ നിന്നാണ് ഹെറിംഗ് ഗൈഡിങ് സിംറ്റത്തിൽ നിന്ന് ഉണ്ടാക്കിയ റെപ്പർട്ടറിയാണ് നെർവ് റെപ്പർട്ടറി. And Ner is the son-in-law of our respected Constantine Herring. അപ്പോൾ തീർച്ചയായിട്ടും ആ പുസ്തകം നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. നെർവ് റെപ്പർട്ടറിയിൽ വളരെ അത്ഭുതങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള പല അവസരമുണ്ട്. അതിൽ ഒന്നാണിത്. പക്ഷെ പിൻവാം എന്ന് പറഞ്ഞ് നോക്കിയാൽ നമുക്ക് ഒരിടത്തും ഇത് കിട്ടത്തില്ല. അതിനകത്ത് വളരെ സിംറ്റമാറ്റിക്കൽ പ്രസൻറ്റേഷനാണ് നെർവിൽ. അത് മെറ്റീരിയൽ മെഡിക്കലിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൽ ഒരൊറ്റ റെമഡിയേ ഉള്ളൂ, ഇച്ചിങ് ഓഫ് ഏനസ് എന്ന് പറഞ്ഞിട്ട്. ഇച്ചിങ് ഓഫ് ഏനസ് അത് കാൽക്കേരിയ ആർട്സ് മാത്രമാണ്. നമ്മൾ കഴിയുന്നത് 30 അല്ലെങ്കിൽ ചിലപ്പോൾ 200 കൊടുക്കും. ഡോണ്ട് വറി, കുട്ടിക്ക് ഉറപ്പായിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ, നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, കോൺഫ്യൂഷൻ അവിടെ കൊടുത്തിരിക്കും. പക്ഷെ വരുമ്പോൾ ഇവർക്ക് ഒരു റിലീഫ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒന്നാമത്തെ റെമഡിയാണ് കാൽക്കേരിയ ആർട്സ്. രണ്ടാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, പലരും ഹെപ്പാർ സൾഫർ പോലെയുള്ള അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തുമ്മലിന് വേണ്ടി കുട്ടികൾക്ക് കൊടുക്കുന്ന റെമഡി എല്ലാവരും പലപ്പോഴും കൊടുക്കാൻ സാധ്യതയുള്ള ആർസെനിക്കം ആൽബം, ഹെപ്പാർ സൾഫർ, അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെമഡീസ്. നമ്മുടെ ഹേ ഫീവറിനനുസരിച്ച് നമുക്ക് പല പോത്തോസ് പോലുള്ള റെമഡീസ് എല്ലാം ഉണ്ട്. പലതും എനിക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും ഞാനൊരു അലർജി മാനിഫെസ്റ്റേഷനിൽ ഞാൻ PG ഡെസർട്ടേഷൻ ചെയ്ത ആളായതുകൊണ്ടും അത് നെർവ് റെപ്പർട്ടറി കണക്ട് ചെയ്തതായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആർസെനിക്കം അയോഡൈഡാണ്. വിനോദ് സാറ് ഫോൺ എടുത്തു, ഞാൻ നിർത്താൻ പറയാനായിരിക്കും തോന്നുന്നു. ഏതായാലും ആർസെനിക്കം അയോഡൈഡ് 0/3 പൊട്ടൻസി ഡെയിലി ഡോസ് വിൽ ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് റിലീഫ്, പേഷ്യൻ്റ് റിലീഫ് ഉണ്ടാക്കും തുമ്മലിന്. ബട്ട് ബി കെയർഫുൾ. തുമ്മലാണെങ്കിൽ കുട്ടി കിടന്നുറങ്ങുന്ന മുറിയുടെ വൃത്തി, അവർ കൊതുകിൻ്റെ എന്തെങ്കിലും വയ്ക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ അവരോട് ചോദിക്കണം. പകുതി കേസസിലും അതെല്ലാം മാറ്റി കഴിയുമ്പോൾ തന്നെ തുമ്മൽ മാറും. കുട്ടികളുടെ ഏർലി മോർണിംഗ് അഗ്രവേഷൻ ഓഫ് സ്നീസിങ്, കട്ടിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ കുട്ടി തുമ്മാൻ തുടങ്ങും. മുഖം കഴുകിയാലും തുമ്മാൻ തുടങ്ങും, തണുപ്പടിച്ച തുമ്മും.
ഇവർക്കെല്ലാം ഫസ്റ്റ് റെമഡി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആഴ്സനിക്കം അയോഡൈഡ് 0/3 പൊട്ടൻസി, പ്രിഫറബിളി ഡെയിലി ഡോസ്. പിന്നീട് പേഷ്യൻറ്റിനെ കൺവീനിയൻറ്റ് ഡേയിൽ വരാൻ പറയും. വന്നതിന് ശേഷം അവരോട് നമ്മൾ കേസ് സ്റ്റഡി ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡിയിലേക്ക് പോകും. അത്ഭുതകരമായ വേറൊരു കാര്യം കൂടെ പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി കൊടുത്താലും അവർ മറ്റേ റെമഡി ചോദിക്കും. സാർ ആദ്യം തന്ന ആ പൊടി ഉണ്ടല്ലോ അതൊരു അത്ഭുതമാണ് എന്നവർ പറയും. നമ്മളൊരു ആൻറ്റി ഹിസ്റ്റമിൻ കൊടുക്കുന്ന ഒരു എഫക്റ്റ് ആ റെമഡിക്ക്, ആൻറ്റി ഹിസ്റ്റമിൻ വരെ കഴിച്ച പേഷ്യൻ്റാണ് നമ്മളടുത്ത് വരുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിനേക്കാൾ ഗുണമാണ്. കുട്ടിക്ക് ഉറക്കവും ഒന്നും വരുന്നില്ല, കറക്റ്റാണ്, ഇന്ന് അവർ കംഫർട്ടബിൾ ആകുന്നു എന്നുള്ളത് നമ്മുടെ വളരെ അത്ഭുതകരമായ ഒരു ഹോമിയോപ്പതിയുടെ ഒരു ആഴ്സനിക്കം ആൽബമാണ് പലരും യൂസ് ചെയ്യുന്നത്. ഞാൻ ആഴ്സനിക്ക അയഡത്തിൻ്റെ ഒരു ഫാനാണ്. എനിക്ക് ആഴ്സനിക്ക അയഡത്തിൻ്റെ ഫാൻ ഞാൻ ആയത് എപ്പോഴെന്ന് വെച്ചാൽ ആർ പി പട്ടേലിൽ നിന്നാണ് കിട്ടിയത്. ആർ പി പട്ടേലിൻ്റെ ആദ്യത്തെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ആർ പി പട്ടേൽ സാറിൻ്റെ. ആഴ്സനിക്കമായിട്ട് സാർ അത്ഭുതകരമായ പല കേസസിലും സാർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവർക്കും ആ പട്ടേൽ സാറിനോടുള്ള ആദരവ് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പല സീനിയേഴ്സും പറഞ്ഞു തന്നാലും നമ്മളതിനെ യൂസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇത് നമുക്കത് കൂടുതൽ എഫക്റ്റീവ് ആകുമ്പോൾ നമ്മളതിനെ യൂസ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. എന്തായാലും ശിശുദിനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം തന്നെയായിരുന്നു. കാരണം എന്തൊക്കെ പാട്ട് പാടിയാലും കഥ പറഞ്ഞാലും ഈ തൈറോയ്ഡ് പ്രശ്നം തന്നെയാണ് അടുത്ത കാലത്ത് വളരെ വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വേദി കൂടി ആയതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ വെച്ചത്. വളരെ ഭംഗിയായിട്ട് സാർ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഒരു 5 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. നമ്മുടെ കലാകാരിയെ തന്മയെ തന്നെ ഒന്നുകൂടി വിളിക്കാം. ലേറ്റസ്റ്റ് പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുണ്ടോ തന്മയ? ഹലോ, ആ ഹായ്. സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്താലേ. എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് ഇത്? ഇതിനെ കുറിച്ച് പറഞ്ഞാൽ കൊള്ളാം. എന്തോ മനസ്സിലായില്ല. കലാപരിപാടികൾ ഏതൊക്കെയുണ്ട്? പാട്ടുണ്ടോ? എന്തുണ്ടോ? ഞാൻ പാടാറില്ല. ആ പിന്നെ എനിക്ക് പാടാറിയത്തില്ല. വേറെ ഒരു മിമിക്രി അവതരിപ്പിക്കാം. അയ്യോ, മിമിക്രിയോ ഇല്ല. മിമിക്രിയോ ഒരു മോണോ ആക്ടോ അയ്യോ, എന്താണ് മനസ്സിൽ വരുന്നത്? മനോജ് സാറ് പറഞ്ഞതുപോലെ പെട്ടെന്ന്. ഞാൻ അഭിനയിച്ച സിനിമ വേട്ടയാൻ OTT-യിലുണ്ട്. അപ്പം എല്ലാരും അത് കണ്ട് എന്റെ അഭിനയം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നു. ഇപ്പൊ നേരത്തെ അഭിനയിച്ച സൂപ്പർ താരങ്ങളോട്ടൊക്കെ ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? എങ്ങനെയാണ്? രജനീകാന്ത് അദ്ദേഹത്തെയൊക്കെ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? എങ്ങനെയാണ്? കോണ്ടാക്ട് നമ്പർ ഇല്ല, പക്ഷെ അവരോട് അഭിനയിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ മുംബൈ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ 2 സൂപ്പർ സ്റ്റാർ രജനീകാന്തും അമിതാഭ് ബച്ചൻ സാറിന്റെ കൂടെയും ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം അതൊരു നല്ല ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പം കോണ്ടാക്ട് നമ്പർ ഇല്ല, പക്ഷെ എപ്പോഴും അവരെ കുറിച്ച് ആലോചിക്കും, അവരോട് സംസാരിക്കാൻ പറ്റിയ കാര്യമൊക്കെ. എന്തെങ്കിലും അഡ്വൈസ് അവർ തന്നായിരുന്നോ? ആ രജനീകാന്ത് സാറ് ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിച്ചു. സാറ് പറഞ്ഞു, ഞാൻ സാറിനോട് പറഞ്ഞു സാറിനെ കാണാൻ ഭയങ്കര അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങോട്ട് സംസാരിച്ചു. ബെസ്റ്റ് വിഷസ് പറഞ്ഞു, ഇനിയും ഉയരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷായി. അപ്പൊ എത്ര സിനിമ മൊത്തം ചെയ്തിട്ടുണ്ട് ഇപ്പോ? ഇപ്പം ഞാൻ 4 സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുവാണ്. അല്ലാതെ ഇരുനിറം എന്ന് പറഞ്ഞ് ചെയ്തു. അതിനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് DC ഡാനിൽ അവാർഡ് കിട്ടിയിരുന്നു. ഇപ്പൊ സ്റ്റേറ്റ് അവാർഡിൽ ഉണ്ടായിരുന്നു ആ പടം ലാസ്റ്റ് റൗണ്ട് വരെ. പക്ഷെ ഇപ്പോ കുറെ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു, കൊടുത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ സന്തോഷത്തോടെ പോകും. എവിടെയാണ് ഷൂട്ടിംഗ് നടന്നത്? എവിടെയാണ്? അത് കോഴിക്കോടായിരുന്നു നടന്നത്. മനോജ് സാറേ, ഇത് ചിരി കണ്ടാണ് അവർ വിളിച്ചത് കേട്ടോ ഇദ്ദേഹത്തിന്റെ. ഓ അത് ശരി. ആണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ബോയ് കേട്ടോ. അതെ വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എന്തായാലും ഈ പങ്കെടുത്ത് നമുക്ക് ഇനിയിപ്പോ പരിപാടി അവസാനിക്കുന്ന സമയമായി വരുന്നു. അതിരിത് പാടുന്നുണ്ടോ? അതിരിത് പാടുന്നോ? ഡോക്ടർ ലക്ഷ്മിയുടെ മകൾ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഡോക്ടർ ലക്ഷ്മി ഇപ്പൊ കാണുന്നില്ല. സ്റ്റുഡന്റ് ഡോക്ടർ ലക്ഷ്മിയുടെ മകള് പാടി കേട്ടതിൽ വളരെ സന്തോഷം. പ്രാർത്ഥനാ ഗാനം. നമ്മളൊരു ക്രിസ്റ്റീന സിസികളുടെ ഡോക്ടറെ കൊച്ചുമോളാണ് ഇതിലെ. അതെ 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 CMO ആയിരുന്നു. അതുപോലെ ശിശുസാറിന്റെ ഫ്രണ്ട് ബിന്ദുകുമാരി മേഡം ഇതിനകത്തുണ്ട്. ഇത് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരു ബാച്ച് ആയിരുന്നല്ലേ? അതെ അതെ പ്രിൻസിപ്പൽ, ഫോർമർ പ്രിൻസിപ്പൽ. എവിടെ ഡോക്ടറെ വരൂ.
പോയോ? എന്തോ എല്ലാം ഉണ്ട്. ഉണ്ടോ? ഉണ്ട്, ഉണ്ട്, ആ ഉണ്ട്. അതാണ്ടെ വന്നു. ആ ആണോ? മാഡം വലിയ വലിയ ആൾക്കാർ ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സ്ക്രീനിൽ കാണുന്നില്ല. ഉണ്ട്, ഉണ്ട്. ഉണ്ട്. മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? അങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത്, കാണാനും പറ്റുള്ളൂ. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം തോന്നുന്നു. ഓക്കെ. അതൊരു വലിയ ഗായികയാണ് കേട്ടോ, അതെ, ആ. പിന്നെ തീർച്ചയായിട്ടും. അറിയാമല്ലോ, അത് ശരി. പിന്നെ എല്ലാവർക്കും കേട്ടിട്ടില്ലല്ലോ. അറിയുന്നതാണ്. അത് പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. PG സമയത്ത് മാഡം ജൂനിയർ ആയിരുന്നു, ഞാൻ സീനിയറായി. മുമ്പന്മാർ ഓ, മനോജ് സാറിനെ കൃത്യമായിട്ട് അറിയാലോ. പിന്മാരുമായി അങ്ങനെ അറിയാം തീർച്ചയായിട്ടും. ആ, അപ്പൊ ഇത് തന്മയ്ക്കറിയാൻ ബൈബിളിൽ ഒരു വാചകമാണ് ഈ പറഞ്ഞത്, മുൻപന്മാരോ പിൻപന്മാരോ ആകുന്നുള്ളൂ. ഓക്കെ, നമുക്ക് പരിപാടി അവസാനിക്കുന്ന സമയമാകുന്നു. അതിൽ വിഷ്ണുവിലേക്ക് പോകാം. അതിൽ നന്ദി പറയാമോ എല്ലാവർക്കും ഔപചാരികമായിട്ട്? ഓക്കെ, നമ്മുടെ പറയൂ. എല്ലാവർക്കും നമസ്കാരം. ശിശുദിനത്തിന്റെ ഭാഗമായി IFPA സംഘടിപ്പിച്ച വെബിനാർ ഉദ്ഘാടനം ചെയ്ത കുമാരി തന്മയ്ക്ക് എന്റെ പേരിലും IFPHന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച കുമാരി കമല പാർവതി, മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ശശിർ എന്നിവർക്കും എൻ്റെ പേരിലും IFPHന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ വെബിനാർ മോഡറേറ്റ് ചെയ്ത ഡോക്ടർ മനോജ് അങ്കിളിനും വെബിനാറിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും എൻ്റെ പേരിലും IFPHന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ഭംഗിയായിട്ട് വളരെ കുറച്ച് സമയമായിട്ടെല്ലാം പറഞ്ഞ് ആള് മിടുക്കനാണ്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഈ പറഞ്ഞ തിന്മേൽ ശിശുക്കളായിരിക്കും എന്ന് പറയാം, അത് കുട്ടികളുടെ എന്താ പറയുക ലാളിത്യം എല്ലാത്തിലും കാത്തു സൂക്ഷിക്കുക എന്ന, പ്രത്യേകിച്ച് ഇതിനകത്തുള്ള പലരും 60കളിലും അതിന് മുകളിലൊക്കെ എത്തിയവരാണ്. അപ്പൊ ആ ഒരു എന്താ പറയുക ഓർമ്മക്കുറിപ്പ് കൂടി ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് ഈ പരിപാടി അവസാന സമയമായി. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you. Special thanks to Dr. Manoj sir and Dhanesh sir and all those who are joined with me. എന്നെ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും സഹായിച്ചതിന് എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു, ശാരദാകൃഷ്ണയുടെ പേരിലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും. താങ്ക് യു.